ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വിനായകനെയാണ്. നമ്മുടെ ജയിലറിലെ വില്ലൻ പുള്ളീനെയാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ കഴിഞ്ഞ ദിവസം എനിക്കൊരു പഴയ ഒരു ഞാനയിലെങ്ങനെ പുള്ളിയുടെ മറ്റേ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിലൊരു പോസ്റ്റർ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് വിചാരിച്ചെന്നാൽ പിന്നെ അതങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് നോക്കി ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ച്. പുള്ളിയുടെ ആ സിനിമ മിക്കവരും കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്നൊരു പടമുണ്ട് അത്. കാരണം എന്താ പറയുക, ഈ കൊട്ടേഷൻകാരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ വയസ്സാവും. അത് കഴിഞ്ഞ് അവരുടെ ഒരു അവസ്ഥയാണ് ശരിക്കും കാണിക്കുന്നത്. ഒരു ഭയവും അതുകൂടാതെ എന്താ പറയുക, ഒരു അടിസ്ഥാനം നഷ്ടപ്പെട്ട ഒരവസ്ഥ. അങ്ങനെ ഒരു സ്റ്റോറിയാണ് കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ ഒരു പടം. ഈ പടത്തിൽ ഒരു നല്ലൊരു പാട്ടുണ്ട്. എന്താ ഇങ്ങനെയാണ്: അക്കാണും കായൽ കടലും നമ്മുടെതല്ലൻ മകനേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പുള്ളി തന്നെ എഴുതിയ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല പാട്ടാണ് അത്. ഇടയ്ക്ക് കുഴപ്പമില്ല. പുള്ളിയുടെ അഭിനയമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, റോളുകൾ കുറവായിരുന്നു. ചില നടന്മാർ അല്ലേ, എനിക്ക് തോന്നാറുണ്ടായിരുന്നു, ഒന്നോ രണ്ടോ പടങ്ങളിലൊക്കെ അഭിനയിച്ച് പിന്നീട് ഒരിക്കലും അവരെ കാണാത്ത കുറച്ച് നടന്മാരൊക്കെ ഉണ്ട്. പക്ഷെ നല്ലോണം അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ. മാന്ത്രികം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൽ കുറച്ച് നേരത്തെ ഒരു മൈക്കിൾ ജാക്സൻ്റെ തന്നെ റോള് കിട്ടിയത്. അത് ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ പുള്ളിക്ക് കുറേ കഥാപാത്രങ്ങൾ പുള്ളിക്ക് കിട്ടിയായിരുന്നു, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, പുള്ളി അങ്ങോട്ട് അത്രയും അങ്ങോട്ട് മലയാളത്തിൽ ക്ലിക്കായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയില്ല, ക്ലിക്കായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കണത്. തമിഴിൽ പോയി 2-3 പടങ്ങൾ അഭിനയിച്ചപ്പോഴത്തേക്കും ഭയങ്കര സ്റ്റാറായിപ്പോയി. പിന്നെ പുള്ളിയുടെ എടുത്തു പറയാൻ പറ്റുന്ന കഥാപാത്രം കമ്മട്ടിപ്പാടത്തിലെ ആ വേഷമാണ്. ആ ഒരു പ്രായമാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ശരിക്കും അത് കാണിക്കുന്നുണ്ട്. പിന്നെ പുള്ളി കോമഡി ആയിട്ട് 2-3 ഇടത്തൊക്കെ ഈ ആടിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കോമഡി ആയിട്ട്. പക്ഷേ എന്താ പറയുക, എൻ്റെ അഭിപ്രായത്തിൽ അത്രയും പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ മേ ബി പുള്ളിയുടെ ഒരു ക്യാരക്ടർ കുറച്ച് ഒരു റഫാണെന്ന് എനിക്ക് തോന്നുന്നത്. 3-4 പ്രാവശ്യം ഇങ്ങനെ പുള്ളിയുടെ ഇതൊക്കെ വന്നപ്പോൾ, ന്യൂസൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ആളെ അറിയില്ല. പക്ഷെ എന്നാൽ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളി ഒരു 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 ഭയങ്കര റഫായിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ പടം നമ്മളൊരു ജസ്റ്റ് റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഒരു ഫ്രീ ഹാൻഡായിട്ട് കുറച്ച് ഡാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വരയ്ക്കുകയാണ്. മെത്തേഡ് മോഡലല്ല. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കണ എല്ലാ ദിവസവും ഒരു 2-3 വീഡിയോസ് ഇടാം എന്നുള്ള ഇതിൻ്റെ മൈൻഡിലാണ് ഞാൻ നിൽക്കണത് ഇപ്പോൾ. എന്നാലേ പ്രാക്ടീസിങ് നടക്കുള്ളൂ. പ്രാക്ടീസിങ് ശരിക്കും പറഞ്ഞാൽ ഇനി സിറ്റിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ടൈറ്റായിട്ടുള്ള കുറച്ച് നല്ല ലുക്കുള്ള ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ പെൻസിൽ ഡാർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ് കൊണ്ട് തന്നെ പിന്നെ കളർ ചെയ്യണം. അങ്ങനെ കുറച്ച് ചെറിയ ചോട്ടാ പരിപാടി. ഇതൊരു ചോട്ടാ ചാനലാണ്. പിന്നെ ആൾക്കാർ കുറവാണ് കാണുന്നത്, അറിയില്ല. മേ ബി നമ്മുടെ ചാനൽ അത്രയും അങ്ങോട്ട് ഇതായിട്ടുണ്ടാവില്ല, ക്ലിക്കാകാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ഹൈക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം കുറച്ച് ടൈം എടുത്തിട്ട് എല്ലാവരും വളർന്നേക്കണതില്ലേ ഞാൻ കണ്ടു വെച്ചിട്ട്. പക്ഷേ അന്ന് കൊറോണയുടെ സമയത്തൊക്കെ ഇട്ട ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു എനിക്ക് തോന്നുന്നു. ആ സമയത്ത് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഫുൾ ടൈം നെറ്റിലായിരുന്നു എല്ലാവരും. ഇപ്പോൾ പിന്നെ എല്ലാവരും ബിസി ആയതുകൊണ്ടായിരിക്കും പൊതുവെ വ്യൂവേഴ്സ് കുറച്ച് കുറവാണ്. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ സൈഡ് വന്ന് ചിന്തിക്കരുത്. നമ്മളെക്കാൾ എത്രയോ ബെറ്ററായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, അതൊക്കെ നോക്കണം. കുറച്ച് നമ്മൾ എന്താ പറയുക,
കുറച്ചൊരു ശരിക്കൊരു പൊസിഷൻ ഇല്ലെങ്കിൽ ആംഗിളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആർക്ക് വേണമെങ്കിൽ വരയ്ക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആ കണ്ണിൻ്റെ ആംഗിൾ, മൂക്കിൻ്റെ, വായയുടെയൊക്കെ കറക്റ്റ് ആംഗിൾ അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കണേ. എവിടെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, സെറ്റാക്കാം തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അടുത്ത് തന്നെ ഞാനിങ്ങനെ വിചാരിക്കണേ ആനിമേഷൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഒരു റീല് ഇറക്കാൻ പറ്റുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നത്. എപ്പോഴാണെന്നറിയില്ല, പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കണം അത് പെട്ടെന്ന് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം ചെറിയ ചെറിയ റീലുകൾ ഇടുക എന്നുള്ളതാണ്. ഇങ്ങനെ എന്താ പറയുക, മൊത്തമായിട്ട് ആനിമേഷൻ മൂവിങ് ആർട്സാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ ഈ പോർട്രേറ്റ്സ് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് കൂടുതൽ പ്രിഫർ ചെയ്യാൻ എനിക്ക് ആഗ്രഹങ്ങളുള്ളതാണ്. ആദ്യമൊക്കെ എനിക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ആരും വലിയ നോക്കിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മളത് യൂസ് ചെയ്യണം എന്നാണ്. അതുകൊണ്ടാണ് അതൊക്കെ ചാനൽ പരിപാടി തുടങ്ങിയത്. പുള്ളി ശരിക്കും പറഞ്ഞ ഒരു ടഫ് ലുക്കാണ് അല്ലേ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഭയങ്കര ടഫ് ലുക്കായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഒരു പടം ഉണ്ടായിരുന്നു, ഒരുത്തി എന്ന് പറഞ്ഞ സിനിമ. അത്രയും കൂടെ ഇതായില്ല, പക്ഷേ ആ പടത്തിലെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ അവസാനം ആ പടം കൊണ്ടൊന്ന് ചവിട്ടി നിർത്തണത് അത് ഈ പുള്ളിയുടെ ഒരു റോളാണ്, പോലീസുകാരൻ്റെ റോളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നല്ല ഒരു ഫിനിഷിങ് ഡയലോഗ് ഉണ്ടോ, അത് അവസാനത്തെ ഡയലോഗൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു ഹാർഡ് വോയിസ് അല്ലേ, അങ്ങനെ പറയാം. അത് കണ്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് കേട്ടത്. പിന്നെ ഈ ഫിലിം ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു തരം മത്സരം ഉണ്ടാവും ചെറിയ അല്ലേ, എനിക്കങ്ങനെ തോന്നണം. ഇങ്ങനെ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി കുറേ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ വേണ്ട വരും. അല്ലാണ്ട് തമിഴ് ഫിലിം പോലെയല്ല. തമിഴ് ഫിലിം ഒരാൾ ക്ലിക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ രക്ഷപ്പെട്ടു. തെലുങ്കിൽ എനിക്കറിയില്ല, പക്ഷെ തമിഴിലൊക്കെ അത്രയും ലുക്കില്ലാത്ത, എന്താ പറയുക, അത്രയും അങ്ങോട്ട് ഇതില്ലാതെ നിൽക്കുന്ന ആൾക്കാർ പോലും അയാളുടെ ക്യാരക്ടറിൻ്റെ ഇത് വെച്ചിട്ട് രക്ഷപ്പെട്ടു. ഗ്ലാമർ ഇത് നോക്കാറില്ല. ഞാനിങ്ങനെ ഈ സിനിമ കണ്ടപ്പോൾ, ഈ കമ്മട്ടിപ്പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ പുള്ളിയുടെ ആ ഒരു മേക്കപ്പ് അത് സമ്മതിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആ കമ്മട്ടിപ്പടത്തിൽ അവൻ്റെ ആ ലുക്ക് ആ വയസ്സായ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഭയങ്കര ഒരു ആരായാലും ഒന്ന് ശരിക്കും നോക്കിപ്പോവും. കാരണം അത്രയും മെനക്കെട്ടുണ്ട് ആ ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പല്ലൊക്കെ പൊന്തിച്ച് ഒരു മുഷിഞ്ഞ ഒരു ഇതൊക്കെ ആക്കി, ഏതായാലും വേറൊരു ലുക്ക് പോലെ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ എന്നാലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു ആ ലുക്ക്. പിന്നെ പുള്ളിയുടെ വേറെ പടം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് ജയിലർ. പിന്നെ വേറൊരു ഭാഷയാണ് കേട്ടോ. അത് പെശക് പുള്ളിയിലെ കട്ടക്കട്ടൊക്കെ ചെയ്യുന്നുണ്ട്. രജനീകാന്തിൻ്റെ കൂടെ തന്നെ നിന്ന ഒരു വില്ലൻ പുള്ളിയാണെന്ന് തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടി വരും. കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്തിനോടല്ല കൂറ് തോന്നിയത്, നമുക്ക് ആ പുള്ളിയോട് തോന്നി. കാരണം പുള്ളി കക്കുമ്പോഴും പുള്ളി 100% ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. പുള്ളിയുടെ പ്രാർത്ഥന, പുള്ളിയുടെ ഇത് എല്ലാം ദൈവത്തിൽ കാണിക്കുന്നുണ്ട് അല്ലേ. അത് ഒരു പ്രത്യേക തരം വില്ലൻ. എന്നാലും വലിയ ഹൈ ക്ലാസ് വില്ലൊന്നുമല്ല. ഇത്രയും കോടീശ്വരനാണെങ്കിലും ഏറ്റവും ലോ ക്ലാസ് ഇതിൽ ഡ്രസ്സിങ്ങിൽ നിൽക്കുന്ന ഒരു വില്ലൻ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പാട്ട്, ഇടയ്ക്ക് വില്ലൻ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ പാട്ട്. ഓക്കെ, നമ്മൾ ഇനി ഷെയ്ഡ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ട് ഇപ്പോൾ പെൻസിൽ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഞാൻ ഈ ബ്ലാക്ക് പേന കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം അപ്പോൾ എടുത്ത് കാണിക്കും, ഏകദേശം ഒരു ഷാർപ്പായിട്ട് കാണിക്കും പിക്ചർ.
പിന്നെ നമ്മൾ പേന വെച്ചിട്ട് ഡ്രോ ചെയ്യണം. അതൊരു പ്രാക്ടീസിങ് ആണ്. അത് ശരിക്കും പേന വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഡെപ്ത്ത് അല്ലെങ്കിൽ ഡീപ്പായിട്ട് വരയ്ക്കാൻ പറ്റും. പെൻസിലാണെന്നുണ്ടെങ്കിൽ ഷെയ്ഡിങ്ങേ പറ്റുള്ളൂ. എൻ്റെ ആഗ്രഹം കേട്ടോ, കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി കണ്ണിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വരയിലൊരു ഫിനിഷിങ് തോന്നിക്കുന്നതാണ് എനിക്ക് തോന്നിയേക്കണത്. ഞാനിപ്പോൾ 2-3 പടങ്ങളിൽ അതൊക്കെ ബ്ലാക്ക് സ്കെച്ച് ചെയ്തുകൊണ്ട് ശരിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ബ്ലാക്ക് ഒന്ന് സ്കെച്ച് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ നമ്മുടെ ഏകദേശം വിനായകൻ്റെ ഒരു ഡ്രോയിങ് എഡ്ജിലെത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, hello, thanks for watching the video. Have a nice day. Thank you.